സജസ്റ്റ് ചെയ്ത് ഇവിടുത്തെ എല്ലാം കാണാൻ. മലേഷ്യ വരുന്നവർ ഡു കംപ്ലീറ്റ് ബാനിയൻ ട്രീ ഓൾസോ കേട്ടോ. അത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴി വന്നാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. കൊള്ളാം. മേക്ക് മൈ ട്രിപ്പ് കാണുന്നതിനെ കാട്ടി കുറച്ചുകൂടെ ഭയങ്കര ഒരു ഡിസ്കൗണ്ടിലാണ് ഇവർ നമുക്ക് തരുന്നത്. നിങ്ങൾ മേക്ക് മൈ ട്രിപ്പ് കൂടെ ബുക്ക് ചെയ്ത് വന്നുള്ള വേറെ മൈനസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് മൈ ട്രിപ്പ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, വേറെ ഓൺലൈൻ ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പേഴ്സണലൈസ് എക്സ്പീരിയൻസ് കിട്ടത്തില്ല, വിചാരിച്ച റൂം കിട്ടത്തില്ല. ആൻഡ് അത് മാത്രമല്ല ഈ ബേബിയുടെ കേക്ക് അറേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഹോളിഡേയ്സിൽ ജാക്ക എല്ലാം ചെയ്തു തരുന്നത്. ജാക്കിനെ അമ്മുവൊക്കെ ജിതിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബഡ്ജറ്റ് ഹോളിഡേയ്സ് 2 പേരുണ്ട്, പക്ഷെ അത് ഒരാളാണ് കേട്ടോ. ഒരാൾക്ക് 2 പേരുണ്ട്. നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ജാക്കെന്ന് പറയുമ്പോൾ എനിക്ക് ജാക്കെന്നേ അറിയാം. അപ്പോൾ അമ്മുവൊക്കെ ജിതിൻ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും ജിതിനോ അതാരാ, ഞാൻ ജാക്കെന്ന് പറയുമ്പോൾ അവരിക്കും ജാക്കോ അതാരാ, ലൈക്ക് ദിയ ഓസി പോലെ. എനിവേസ് കൂടുതൽ ആരുമില്ല, ഇറങ്ങിയാലോ ഓമി ഇറങ്ങാ. അവനങ്ങ് എക്സൈറ്റ്മെന്റ് സഹിക്കാൻ വയ്യ ആശുവിന് ഇറങ്ങിയതും. അച്ചച്ചോ എന്റെ പൊന്നെ എവിടെ പോണ് അശ്വിൻ? ഫ്രണ്ടിൽ പിടിച്ചോട്ടെ എന്റെ അമ്മേ. ടാറ്റ. അധികം മുഖം അതിന്റെ അടുത്ത് കൊണ്ടുപോണ്ട, മൂക്കി വെള്ളം കയറും. അല്ലല്ലോ ഓമി സേ താങ്ക് യു ബഡ്ജറ്റ് ഹോളിഡേയ്സ്. താങ്ക് യു അച്ചോ. എടേ അവന്റെ മൂക്കി വെള്ളം കയറണം, ഭയങ്കരമായിട്ട് പട്ടുപട്ടെന്ന് അടിച്ച് മൂക്കി കയറ്റുന്നു. അവനെ അങ്ങനെ നിർത്തിയാ കിട്ടില്ലെന്ന് തന്നെ വ്യൂ. എൻ്റെ അമ്മേ, എനിക്ക് വ്യൂവിനെ പറ്റി ഒന്നും പറയാനില്ല, സീരിയസ് ആയിട്ടും സോ ഓസം. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ട്വിൻ ടവറിന്റെ ഫോട്ടോ എടുക്കാം. അവിടെ എല്ലാവരുടെയും കൂടെ പോയി ക്യൂ ഒന്നും നിൽക്കണ്ട. ഇവിടെ നിന്ന് നമുക്ക് ജോളിയായിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ ആരുമില്ല. അങ്ങനെ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഓമിക്കുട്ടൻ അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങി, പാല് കുടിച്ചുറങ്ങി. നമ്മൾ 2 ഡ്രിങ്ക്സ് കോക്കും മോക്ടെയിലൊക്കെ കുടിച്ച് നമ്മളിതേ റൂമിലേക്ക് പോണു. സോ എനിക്കിനി ചെന്ന് ഷവർ ചെയ്യണം. നമ്മുടെ ഫുഡ് വരും, ഫുഡ് കഴിക്കണം. എന്നിട്ട് ജസ്റ്റ് അപ്പത്തേക്ക് ഓമി എണീച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു 1 hour ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കറക്റ്റ് 12 midnight ആകുമ്പോൾ ഇങ്ങ് വരും. അത് അടുത്ത വ്ളോഗായിട്ടായിരിക്കും ഓമിയുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? ഓമിയുടെ മിഡ് ബർത്ത്ഡേ വ്ളോഗ് നമുക്ക് 11 മണിക്ക് തൊട്ടേ തുടങ്ങാം. അതെ, നമ്മുടെ ഔട്ടിംഗ് പോകുമ്പോൾ നമ്മുടെ ഓമിയെ നൈറ്റ് ലൈഫ് ഒക്കെ കാണിച്ചിട്ട് എന്നിട്ടായിരിക്കും അവന്റെ കാൻഡിൽ കേക്ക് ഒക്കെ കൊണ്ടുവരുന്നത്. ചെറിയ ഒരു കപ്പ് കേക്ക് മാത്രം വെറുതെ കേക്ക് വേസ്റ്റ് ആവും. എല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ യു ഓൾ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.